കൃഷ്ണ, ഗുരുവായൂരപ്പ, അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നാന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മാദിനവിച്ച കിങ്കരീ കുരുതെ കയ്യൊന്നിട്ടു. ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചുപറിയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധവും ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതിബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു അശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷെ എവിടെ ആയാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പറയരുത്, പതറരുത്. അതെന്താ? അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്ന സുശീല. ഇന്ന് വേറൊന്നും കയ്യിലില്ല പരമേട്ട. അടുത്ത കേസിന് ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം. മധുപാന കേന്ദ്രത്തിലും വ്യഭിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല. ഗതികേട് കൊണ്ട് ഇന്നൊരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പരമേട്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ. ആ ജീപ്പിന്റെ പുറക്കന്നെ ഇവിടെ. മര്യാദയ്ക്ക് വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി നിർത്താൻ. അഡ്വക്കേറ്റ് ഹരിചന്ദ്രന്റെ അടുത്ത് കളിക്കരുത്. നേരത്തെ എസ് ഐ ആണെന്നല്ലേ പറഞ്ഞത്? എസ് ഐ എന്നുള്ളത് എന്റെ ഇൻഷലാണ്. വണ്ടി വിടാൻ, വണ്ടി വിടാൻ. നഷ്ടപരിഹാരം തന്നത് പോകുന്നതാണ് തനിക്ക് തന്നത്. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. സമാധാനം, സമാധാനം. വെള്ളക്കൊടിയാണിച്ച സമാധാനം. കാര്യം അതെന്താ? നഷ്ടപരിഹാരമൊന്നും വേണ്ട. ഓക്കെ, കാര്യം പറഞ്ഞു. ഇരിക്കരുത്, ഇരിക്കരുത്. വിവരമുള്ളൂ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്നൊക്കെ പറയുന്നത് വെള്ളക്കൊടി പട്ടികളെ, കുട്ടികളെ
ചേച്ചി നല്ല കടുപ്പത്തിലൊരു ചായ. ഭാസ്കര പറ്റു കുറയായി. ഇവിടെയും ചെലവുകളൊക്കെ ഉള്ളതാ. ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലേ ശരിയാകുകയല്ല. അതെങ്ങനെയാ? ആദ്യമൊക്കെ പറ്റിയിട്ടാനായിട്ട് എന്റെ പുറകെ നടക്കും. എന്റെ മനസ്സലിഞ്ഞ് ഒന്ന് പറ്റു കൊടുത്താലോ, ഞാൻ പിന്നെ ഇവന്മാരുടെ ഒക്കെ പുറകെ നടക്കണം. ഒന്ന് കേറി പൊടിയാത്ത. ആ കൊളക്കാട്ട് പറമ്പിലെ വേലുപ്പിള്ളയ്ക്കും നേത്തിയാര് പറമ്പിലെ ഭാർഗവനും ഒക്കെ ഈ ഇത് തന്നെയല്ലേ പണി? ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. തനിക്ക് മാത്രം എന്താ സുശീല ശമ്പളം കിട്ടണില്ലേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. താ മാത്രം എന്താണോ ഗതി പിടിക്കാത്ത? ചേച്ചി താക്കോലിങ്ങന്ന്. സുശീലിന്റെ കൂട്ടുകാരൻ ഒരുത്തം വന്ന് മേടിച്ചോണ്ട് പോയി. അതാരാ? പേര് വല്ലതും പറഞ്ഞു? പേരൊന്നും പറഞ്ഞില്ല. മുമ്പ് നിങ്ങളുടെ കൂടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാ. അതുകൊണ്ടാ ഞാൻ കൊടുത്തത്. അല്ല സുശീല, കുറച്ച് കാശ് വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. ഇവിടെയും ബുദ്ധിമുട്ടാ. ഞാൻ തരാൻ ചേച്ചി. വക്കീൽ സാറേ, വക്കീൽ സാറേ. നീ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കും. പറയട്ടെ നാട്ടുകാര്, അത് കേൾക്കാനല്ലേ ഞാനിവിടെ കൊതിച്ചു നിൽക്കുന്നത്. കയ്യെടുത്തേ. ആ പിന്നെ അമ്മ വല്ലതും പറഞ്ഞെന്ന് കരുതി വിഷമം തോന്നണ്ടാട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏട്ടനെ അച്ഛനമ്മയ്ക്ക് വലിയ ഇഷ്ടാ. ഇനിയും പറ്റുകൂടിയ ഇഷ്ടമൊക്കെ ഇഷ്ടക്കേടാവും. ഏട്ടൻ വിഷമിക്കാതെ ദാ ഇത് വെച്ചോളൂ. കടയിലെ പറ്റ തീർക്കാൻ ഇത് മതിയാകും. നീ എന്താ ഈ കാണിക്കുന്നത്? തോന്നിയാസം കുറെ കൂടുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. സുഗന്ധി, ഇത് തരാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ, എനിക്കത് മതി. പോയി വല്ല ശനിയാഴ്ചയും വാസാമി. എവിടെ നോക്കിയാലും ഉണ്ട് കാവിയും കതറും. രാത്രിയാണോ പിച്ച ഉണ്ടാ? പിച്ചക്കാരൻ അച്ഛൻ പോടാ പുല്ലേ. എന്താണ് കാര്യം പറഞ്ഞപ്പോ മർമ്മത്തേറി പിടിക്കുന്നോ? ഇയാൾ സാമിയോ ആസാമിയോ? മർമാണി. സുശീല, ഏതായി മർക്കടം വിവരദോഷി? ബല കുളിച്ചാതി. അക്ഷരം വേണ്ടി പോരുത്. സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. പ്രതിമയാ അല്ല പ്രതിമ. കാലവീഴ. അതിന് വേറെ ആളെ നോക്കിയാ കാലവീഴൻ. എന്റെ മർമ്മ കണ്ടില്ലല്ലോ. നിനക്ക് എവിടെ നിന്നാ ബാക്കിയുള്ളവർക്കാർക്കും ഇല്ലാത്ത പോലെ ശരീരം മുഴുവൻ മർമ്മമുണ്ട്. വരുന്നു സ്വാമി. പോയി ഗ്ലാസ് വെള്ളം എടുത്തോടാ. മിലിറ്ററിയാ? എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. സുശീലം പറഞ്ഞപ്പോഴേ അങ്ങയെ കുറിച്ചും അങ്ങയുടെ സിദ്ധികളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. സ്വാമി, അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്, ഇല്ലേ തട്ടി വീണ് പൊട്ടും. സ്വാമി, ഓടാ, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. ഓടാ. സ്വാമി പറയുന്ന പോലെ കേൾക്ക്. പോ സ്വാമി. പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. പെറുക്കി ഓടാ. പോപ്പാ. ചിയേഴ്സ്. ചിയേഴ്സ്. ഇനി ബാ മോനെ. നിനക്ക് കുറിക്കണില്ലടാ. നിന്നെ ഒന്ന് കുറിപ്പിക്കാമടാ പെറുക്കി. ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ പ്രശ്നം? സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ്. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ, സീരിയലാണല്ലേ? പറയൂ. നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലസുന്നത്. ഗതികെട്ട ഈ മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒന്നുകൂടെ ഒഴികെ. ഇപ്പൊ തരാം കേട്ടോ. കളി എന്റെ അടുത്തല്ലേ.
ബിമ്മിട്ട മിക്സർ നീ തിന്നിട്ടില്ലല്ലോടാ കുക്കുടാനെന്താ? ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിന്നു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. മിച്ചർ. വഴി എന്താണെന്ന് പറഞ്ഞില്ല. ആർത്തി പാടില്ല, പറയാം. ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് ഈ കമ്പനി തിരികെ ഏൽപ്പിക്കും. എങ്ങനുണ്ട് അനിയ സുശീല? ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ. വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും. കൈ കിട്ടിയ വല്ലവന്റെ തലയെ കെട്ടി വെക്കാൻ തോന്നും. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, അത്രയേ ഉള്ളൂ. ഇല്ലാതെ പൊരിൽ മീതി എല്ലാവർക്കും ആശി വരും. ഇക്കരയ്ക്ക് എന്താ സ്വാമി? എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം. സ്വാമി, സ്വാമിയുടെ എന്താടാ? ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണോ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? അതല്ലടാ, അയാൾ പറഞ്ഞ മണ്ടത്തരത്തിലും ഒരു ചെറിയ ബുദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട്. മനസ്സിലായില്ല. എന്നേക്കുമായല്ലാതെ കുറച്ചു നാളത്തേക്ക് നമ്മൾ ഐവാച്ചൻ ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഐവാച്ചനെ ഒളിവിൽ താമസിപ്പിച്ചാലോ? എന്നിട്ട് ഐവാച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നു. ഐവാച്ചനെ തട്ടിക്കൊണ്ടുപോയത് ലോലനാണെന്ന് ഒരു പ്രചരണവും നമ്മൾ അയച്ചുവിടുന്നു. എങ്ങനെയുണ്ടോ? പ്രചരണത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, വകുപ്പ് ക്രിമിനൽ ആവും. തൊഴിലാളികൾ ലോലനെതിരായി തിരിയുമ്പോൾ ലോലൻ സമരം പിൻവലിക്കാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ഐവാച്ചനെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന ലോലന്റെ ഭീഷണി നമ്മൾ അയാൾക്കെതിരായി തന്നെ ഉപയോഗിക്കും. ഈ കേസോടുകൂടി ഞാനൊരു കേറ്റം കേറുകടാ. എന്താടാ? എനിക്കും ഒരു ചെറിയ ഭജന നടത്തണം. ഭജനെ? സുശീല, മിച്ചറ് കഴിക്കല്ലേ? എന്താടാ? അതില് വിമ്മിട്ടിട്ടുണ്ട്. ഐഡിയ, ഉഗ്രൻ ഐഡിയ. ഒരക്ഷരം വേണ്ടി പോരുത് യുവർ ഓണർ. ഇതെല്ലാം എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ ഇവയെ നഖശികാന്തം എതിർക്കുന്നു. നീ എന്താ സ്വപ്നം കണ്ട? കണ്ടു, 2 എണ്ണം. എടാ, ഇതിന്റെ പകുതി മിടുക്ക് നീ കോടതി മുറി കാണിച്ചെങ്കിൽ എന്ത് വേണം? നീ എന്തൊക്കെ പറയുന്നത്? എനിക്കൊരു ഉഗ്ര ഐഡിയ കിട്ടിയടാ. എന്താ ഐഡിയ? ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാലുടൻ നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. എങ്ങനെ? എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു പരട്ട നക്കി നായർ. നിന്റെ അമ്മാവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാലുടൻ നമ്മൾ അമ്മാവനെ പോയി കാണുന്നു. ഐവാച്ചൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്നും അയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10,000 രൂപ വീട്ടുകാർ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണെന്നും നമ്മൾ പറയുന്നു. 5,000 രൂപ അമ്മാവൻ നമുക്ക് തന്നാൽ നമ്മൾ അമ്മാവന്റെ കയ്യിൽ ഐവാച്ചനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അമ്മാവൻ വീഴുന്നു. ഈ കാണ്ടാമൃഗത്തിന്റെ ചെവിയിൽ വീണ വായിക്കാൻ പോയ എന്നെ വേണം തട്ടാൻ. എടാ, നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. രാഷ്ട്രീയ പിൻബലമുള്ള ഒരു വ്യക്തിയെ ഒതുക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല ഐവാച്ച. ലക്ഷ്യമാണ് ഐവാച്ച പ്രധാനം, മാർഗമല്ല. ഐവാച്ചൻ ഒരു ബിസിനസ് ടൂറിന് പോവാണെന്ന് വിചാരിച്ചാ മതി. എന്നാലും ഒരു 10-20 ദിവസമൊക്കെ ഒളിവിൽ താമസിക്കാന്ന് പറഞ്ഞ എന്റെ ഭാര്യയും മക്കളെയൊക്കെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവുകയാണ്. ചിലപ്പോ 20 ദിവസത്തിന് മുമ്പ് തന്നെ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഒത്തുതീർപ്പിന് വന്നുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ അത്രയും നേരത്തെ തന്നെ ഒളിവാസം അവസാനിപ്പിക്കാമല്ലോ. എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു 10, 11, 12, 13, 14, 15 ദിവസത്തിനകം ലോലൻ നമ്മുടെ അടുത്ത് സറണ്ടർ ആകും. ഒളിച്ചു താമസിക്കാന്ന് പറഞ്ഞ വല്ല കാട്ടിലോ മറ്റോ പോകേണ്ടി വരുമോ? അതൊന്നും ഓർത്ത് ഐവാച്ചൻ വിഷമിക്കണ്ട. ഒരു പൊതുശത്രുവിനെ നേരിടാൻ ഈ യജ്ഞത്തിൽ ഐവാച്ചനോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ ഫീസായ 10,000 രൂപയും ഒരല്പ ചങ്കുറപ്പും വേണ്ട, ഒരല്പ ചങ്കുറപ്പും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഐവാച്ചന്റെ ആകെയുള്ള സമ്പാദ്യമായ വോട്ട് കമ്പനിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്ത് വേണമെന്ന് ഐവാച്ചൻ തന്നെ തീരുമാനിക്കും. ഞാൻ വീട്ടിൽ പോയി റോസി ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. ഐവാച്ച, ഈ പെൺ വാക്ക് വിശ്വസിച്ചൊന്നും ചെയ്യരുത്. ഹിറ്റ്ലർ, മുസോളിനി, തച്ചോളി ഉദയനൻ, ഫൂലൻ ദേവി
ഇവരൊക്കെ പെൺവാക്ക് കേട്ടതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചവരാണ്. എന്തിന് നമ്മുടെ വീരപ്പൻ പോലും. എന്നിട്ട് വീരപ്പനെ ആരും പിടിച്ചില്ലല്ലോ. അതയാൾ പിടി കൊടുക്കാഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് ആ രീതി സംസാരിക്കരുത്, ആ രീതി സംസാരിക്കരുത്, ഡാ. അത് പറയരുത്. മിണ്ടാരിയാ. ആ അയവാച്ചൻ വീട്ടിൽ പോയി സമാധാനമായിട്ട് ആലോചിക്കും, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. എന്നാ ഞാൻ വീട്ടിൽ പോയി നാളെ വരാം. ആ. ആളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക്. ആ ആ ആ ചെല. എന്റെ ദൈവമേ. അയാള് പോയി.